ദശാംശം കൊടുക്കുന്നവർ വളരെ ജാഗ്രതയിലായിരിക്കുക. ദൈവദാസന്മാർക്ക് നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ അവർ പറയുന്നതാണ്, നിങ്ങൾ ദശാംശം കൊടുക്കും തോറും നിങ്ങൾക്ക് വർദ്ധിക്കുമെന്ന്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല യേശു കർത്താവ് പറയാൻ നമ്മളെ പുതിയ ജീവനിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു എന്നാണ്. ഇവനൊക്കെ ഇവിടെ മരിക്കുന്നത് കൊണ്ടാണ് ദശാംശം ചോദിച്ചുകൊണ്ട് എരന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയോ ജീവിക്കുന്നു എന്നത് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. അപ്പോൾ പുതിയ നിയമത്തിലുള്ള യേശു കർത്താവാകുന്ന മഹാപുരോഹിതന് നമ്മൾ ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പൗലോസ് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലും ആവശ്യത്തിന് അവരോട് ചോദിച്ചിട്ട് പിച്ച തെണ്ടിയിട്ടൊന്നുമല്ല, ദൈവം അവരുടെ ഉള്ളത്തിൽ പ്രേരിപ്പിച്ചപ്പോൾ അവർ കൊടുത്തു. അവസാനം വരെയും പൗലോസ് വേല ചെയ്തുകൊണ്ടാണ്, കൂടാരം പണി ചെയ്തുകൊണ്ടാണ് സുവിശേഷ വേല ചെയ്തത്. അവസാനം വരെയും കൂടാരത്തിൽ താമസിച്ചുകൊണ്ട് അവൻ ആളുകളെ യേശു തന്നെ കർത്താവെന്ന് ഉറപ്പിച്ചുവെന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 28 വായിക്കുന്നുണ്ട്. ഇന്നൊരു ലൈവ് ചെയ്യുന്നുണ്ട് ഈ ചാനലിൽ തന്നെ, നിങ്ങൾ ആ ലൈവ് കാണണം. നിങ്ങൾ ഇനി പെട്ടുപോകരുത്. ദശാംശം ആരാണ് വാങ്ങേണ്ടത്, ആരാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സഭ കുരുങ്ങിക്കിടക്കുകയാണ് ദശാംശത്തിന്റെ പേരിൽ. അനേക കുരുക്കുകളെ അഴിക്കുവാനായിട്ടാണ് അനേക ദൈവദാസികളെ, സഹോദരിമാരെ ദിവസങ്ങൾ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണരുക സഭയെ, ഉണരുക. നെവർ ഗിവ് അപ്പ്. കള്ളന്മാരുടെ കൂടാരങ്ങൾ അഴിഞ്ഞു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. നെവർ ഗിവ് അപ്പ്. കീപ് ഗോയിങ്.